ഒരീച്ച പോലും അറിയാതെ ഇറാന്റെ അധികാര കേന്ദ്രങ്ങളെ ഒന്നടങ്കമില്ലാതാക്കാൻ ഇസ്രയേൽ പ്രയോഗിച്ച ആ തന്ത്രം എന്തായിരുന്നു? അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു രാജ്യം എങ്ങനെയാണ് സ്വന്തം ആസ്ഥാനത്ത് ഇത്രയും നിസ്സഹായമായി പോയത്? അതെ, ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിഗൂഢവും കൃത്യതയാർന്നതുമായ ഒരു സൈനിക നീക്കത്തിനാണ് പശ്ചിമേഷ്യ കഴിഞ്ഞ മണിക്കൂറുകളിൽ സാക്ഷ്യം വഹിച്ചത്. ഒരു രാജ്യം അതിന്റെ പരമോന്നത നേതാവിനും സൈനിക മേധാവികൾക്കും നൽകാവുന്ന പരമാവധി സുരക്ഷാ വലയങ്ങൾ ഭേദിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു മിസൈൽ ആക്രമണമല്ല. അത് മാസങ്ങൾ നീണ്ട കൃത്യമായ നിരീക്ഷണത്തിന്റെയും ശത്രുവിന്റെ കിടപ്പുമുറിയിൽ വരെ ചെന്നെത്തിയ ചാരക്കണ്ണുകളുടെയും കഥയാണ്. നിശബ്ദമായ ആകാശത്തു നിന്ന് ആഞ്ഞടിച്ച ആ കൊടുങ്കാറ്റിന്റെ പിന്നിലെ നടുക്കുന്ന യാഥാർത്ഥ്യങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈ ഓപ്പറേഷൻ ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തതല്ല. കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന 12 ദിവസത്തെ യുദ്ധം യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണമായിരുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുവെന്നും അവയുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്നും പഠിക്കാനുള്ള ഒരവസരമായി ഇസ്രയേലും അമേരിക്കയും ആ യുദ്ധത്തെ ഉപയോഗിച്ചു. അന്നു മുതൽ കഴിഞ്ഞ 8 മാസത്തോളം ഇറാന്റെ ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകളിലും ഇന്റലിജൻസ് വിനിമയങ്ങളിലും മൊസാദ് അദൃശ്യമായി നുഴഞ്ഞുകയറി കഴിഞ്ഞിരുന്നു. പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ ഓരോ ദിവസത്തെയും കൃത്യമായ ഷെഡ്യൂളുകൾ അവർ ശേഖരിച്ചു. എപ്പോൾ ഉണരുന്നു, എപ്പോൾ പ്രാർത്ഥിക്കുന്നു, ആരെയൊക്കെ കാണുന്നു എന്നതടക്കമുള്ള ഓരോ ചലനവും ഒരു പ്രത്യേക പാറ്റേണായി തിരിച്ചറിയാൻ ഇസ്രയേലിലെ പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ സംഘത്തിന് കഴിഞ്ഞു. ഇറാന്റെ സുരക്ഷാ വലയത്തിനുള്ളിൽ തന്നെ വിള്ളലുകൾ വീഴ്ത്താൻ കഴിഞ്ഞതാണ് ഈ ഓപ്പറേഷന്റെ വിജയം. മൊസാദിന്റെ ഏജന്റുമാർ ഇറാൻ സൈന്യത്തിലും ഇന്റലിജൻസ് വിഭാഗത്തിലും പോലും ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് നടന്ന സംഭവങ്ങൾ. മുമ്പ് മൊസാദ് ഏജന്റുമാരെ കണ്ടെത്താൻ ഇറാൻ നിയോഗിച്ച സംഘത്തിന്റെ തലവൻ തന്നെ മൊസാദിന്റെ ചാരനായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരം ഇതിനോട് ചേർത്ത് വായിക്കണം. ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് അതീവ രഹസ്യമായി വിളിച്ചു ചേർക്കപ്പെട്ട ഒരു മീറ്റിംഗിനെ കുറിച്ച് പോലും ഇസ്രയേലിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഫെബ്രുവരി 27-ന് രാത്രിയിൽ നിശ്ചയിച്ചിരുന്ന മീറ്റിംഗ് പകൽ സമയത്തേക്ക് മാറ്റിയതുപോലും സെക്കൻഡുകൾക്കുള്ളിൽ ഇസ്രയേൽ ഭരണകൂടം അറിഞ്ഞിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഇസ്രയേൽ കാണിച്ച നയതന്ത്ര വൈദഗ്ധ്യം ലോകത്തെ അമ്പരപ്പിക്കുന്നതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ സമയത്ത് സന്ദർശനത്തിനായി ക്ഷണിച്ചത് ഇറാന്റെ ജാഗ്രത കുറയ്ക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്നുവരെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇസ്രയേൽ തങ്ങളുടെ സാധാരണ നയതന്ത്ര ബന്ധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നും ഒരു വലിയ ആക്രമണത്തിന് ഇപ്പോൾ മുതിരില്ലെന്നും തോന്നിപ്പിക്കാൻ ഈ നീക്കത്തിലൂടെ അവർക്ക് കഴിഞ്ഞു. മോദിയുടെ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിയ ഉടൻ തന്നെ ആക്രമണത്തിനുള്ള അവസാനവട്ട ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. തുടർന്ന് ഇറാന്റെ റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ സൈബർ ആക്രമണത്തിലൂടെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ താൽക്കാലികമായി നിശ്ചലമാക്കാനും മൊസാദിന് സാധിച്ചു. മാർച്ച് 2-ന് വെളുപ്പിന് 6 മണിയോടെ ഇസ്രയേലിൽ നിന്ന് പ്രത്യേക സന്നാഹങ്ങളോടെ യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു. അയൽരാജ്യങ്ങളിലെ US ക്യാമ്പുകളിൽ നിന്ന് വിമാനങ്ങൾ വരുന്നത് ഇറാൻ നിരീക്ഷിക്കുന്നുണ്ടാകുമെന്ന് കരുതിയാണ് നേരിട്ട് ഇസ്രയേലിൽ നിന്ന് തന്നെ ഈ ദൌത്യത്തിന് വിമാനങ്ങൾ അയച്ചത്. ഏകദേശം 9:30 മണിയോടെ ഇറാന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ പരമോന്നത നേതാവും 48ഓളം പ്രമുഖ സൈനിക ഭരണാധികാരികളും യോഗം ചേരുന്ന സമയം നോക്കി 30ഓളം ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ആ കെട്ടിടത്തിനുമേൽ പതിച്ചത്. സെക്കൻഡുകൾക്കുള്ളിൽ ഇറാന്റെ അധികാര കേന്ദ്രം ഒന്നടങ്കം തകർന്നു വീണു. ഒരൊറ്റ നേതാവിന് പോലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഖമേനിയും സംഘവും കൊല്ലപ്പെട്ട വാർത്ത പിന്നീട് അമേരിക്ക സ്ഥിരീകരിക്കുകയായിരുന്നു. അതേസമയം ഈ വലിയ സംഭവത്തോട് അറബ് രാജ്യങ്ങൾ പുലർത്തുന്ന മൗനം ശ്രദ്ധേയമാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളൊന്നും തന്നെ ഈ ആക്രമണത്തെ കടുപ്പിച്ച് അപലപിക്കാൻ തയ്യാറായിട്ടില്ല. ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നതും മേഖലയിൽ അവർ നടത്തുന്ന പ്രോക്സി യുദ്ധങ്ങളും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഈ രാജ്യങ്ങൾ നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. ഇറാന്റെ സ്വാധീനം കുറയുന്നത് ഗൾഫ് മേഖലയിൽ തങ്ങൾക്ക് കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം നൽകുമെന്ന് അവർ കരുതുന്നു. ഷിയ സുന്നി തർക്കങ്ങൾക്കപ്പുറം രാഷ്ട്രീയമായ ഒരു തകർച്ച ഇറാന് സംഭവിച്ചതിൽ പല ഗൾഫ് രാജ്യങ്ങളും രഹസ്യമായി ആശ്വസിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കം മാത്രമാണ്. ഇറാന്റെ ഭരണ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് വെക്കുന്ന സന്ദേശം ഏറെ വ്യക്തമാണ്. ശത്രുവിന്റെ ഏത് വലിയ കോട്ടയ്ക്കുള്ളിലും കടന്നു ചെല്ലാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷമുള്ള ഇറാന്റെ ഏറ്റവും വലിയ തകർച്ചയാണിത്. ഭരണകൂടം തകർച്ചയുടെ വക്കിലെത്തിയതോടെ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇനി എങ്ങനെ പ്രവർത്തിക്കുമെന്നും ലോകത്ത് വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ എന്തൊക്കെ സംഭവിക്കുമെന്നതും കണ്ടുതന്നെ അറിയാം.